ഹായ് ഗായ്സ്, ഞങ്ങൾ ഓണപ്പരിപാടിക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അംഗൻവാടിയിൽ സ്കൂളിൽ പേരൻസിന് പോകണ്ടായിരുന്നു. ഈ പാറക്കുട്ടി റെഡിയായിട്ടുണ്ട്, കല്ലിക്കുട്ടി റെഡിയായി. പോയിട്ട് വരാവേ. ഞങ്ങൾ റെഡിയായിട്ട് അംഗൻവാടിയിലേക്ക് പോവാം കേട്ടോ. അവിടെ ദേ കയറി ചെന്നു. പിള്ളേരെല്ലാം നല്ല സുന്ദര കുട്ടന്മാരായിട്ട് വന്നിട്ടുണ്ട്. മുണ്ടക്കി ഉടുത്ത് ദേ പൂക്കളമൊക്കെ റെഡിയായി. എല്ലാവരും ഫോട്ടോ എടുക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ആ കല്ലുക്കുട്ടി ഇതെല്ലാം ആദ്യമായിട്ട് കാണുമല്ലേ. അങ്ങനെ അവളെല്ലാം നോക്കി നിൽക്കുക. ഞാൻ ഓർത്ത് കൈയിട്ട് വരുമെന്ന്, പക്ഷെ അങ്ങനെയൊന്നും അവൾ ചെയ്തില്ല. എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ നിന്നു. സുന്ദരിക്കുട്ടിയായിട്ട് ഓരോരുത്തരായിട്ട് മാറി മാറിയൊന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ടീച്ചറും ആയൊക്കെ ആയിട്ട് ഫോട്ടോയൊക്കെ എടുത്തു. എല്ലാം സഹകരിച്ച് നിന്ന് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ആ ടീച്ചറും ആയയും. പിള്ളേരുടെ കാര്യങ്ങൾ അടിപൊളി പൂക്കളായിരുന്നു. പെട്ടെന്ന് ഇട്ടതാണ്, എന്നാലും കൊള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ ചെറിയ കലാപരിപാടികൾ, കസേരകളിൽ ഓട്ടമായിരുന്നു. രസമായിരുന്നു കേട്ടോ. ഒരാൾ അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. അങ്ങനെ കുറച്ച് സമയത്തേക്ക് നല്ല രസമായിരുന്നു. അയ്യോ, എനിക്കാണെങ്കിൽ ഇപ്പോഴും ചിരി വന്നിട്ട് വയ്യ. ഭയങ്കര ഓട്ടമായിരുന്നു. ലാസ്റ്റ് സമ്മാനം ആർക്ക് കൊടുക്കണമെന്നറിയാത്തതുകൊണ്ട് എല്ലാവരും ജയിച്ചേന്ന് പറഞ്ഞ് കൈയടിച്ച് കൊടുത്തു. അത് കസേരകളി കുറേ നേരം ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഭയങ്കര ഓട്ടവും ബഹളമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മുട്ടായി പിറക്ക്. അതിനെന്നാ സോയയാണ് ഇട്ട് കൊടുത്തത്. അന്നേരം ചെറുപയർ പാടല്ലേ എടുക്കാൻ വേണ്ടിയിട്ട് സോയ പെറുക്കി കൂട്ടായിട്ട് വാരിയെടുത്ത് അടിയും ബഹളമായി. ഓണത്തല്ലും ഉണ്ടാക്കി. അങ്ങനെ പിള്ളേർ അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പഞ്ചായത്ത് പ്രസിഡൻറ്റും നമ്മുടെ വാർഡ് മെമ്പറും കൂടെ വന്നു. പിള്ളേരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പായസമൊക്കെ അവർ കഴിച്ചു. അവർ സദ്യ ഉണ്ണാൻ നിന്നില്ല. അവർക്ക് ഒത്തിരി സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സദ്യ ഉണ്ണാൻ നിന്നില്ല. പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചു പിള്ളേർക്കൊക്കെ എന്നെ സദ്യ കൊടുത്ത് എല്ലാവരെയും ഇരുത്തി. ചിലവരൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. കല്ലുക്കുട്ടി പൂരം അടിയായിരുന്നു, ബഹളമായിരുന്നു. പിന്നെ അവിടെ ഇരുത്തി ഇലയൊക്കെ ഇട്ട് തിന്നൊന്നുമില്ല, ഏതാണ്ടൊക്കെ കാണിച്ചു. അങ്ങനെ പിള്ളേർക്കൊക്കെ സദ്യ കൊടുത്തു. എല്ലാവരും നല്ല സന്തോഷമായിട്ട് അടിപൊളി സദ്യയൊക്കെ ഉണ്ടു. എല്ലാവരും കറികളൊക്കെ കൂട്ടി എല്ലാവരും ഉണ്ടു. അങ്ങനെ നല്ലൊരു ഓണാഘോഷം കഴിഞ്ഞു. നക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് എല്ലാവരും കൂടെ വിളമ്പി സന്തോഷമായിട്ട് ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും അടിപൊളിയായിട്ട് ഓണാഘോഷിച്ചു.